തൃശൂരിലെ സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി റോഷൻ ഉപയോഗിച്ചിരുന്നത് തിരുവല്ലയിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ കാർ. ഡിവൈഎഫ്ഐ ടൗൺ വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗവും നാങ്കരമല യൂണിറ്റ് സെക്രട്ടറിയുമായ ഷാഹുൽ ഹമീദിനായി അന്വേഷണം. ഷാഹുൽ ഹമീദിന് കവർച്ചയിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുന്നു. തൃശൂർ പോലീസ് ഷാഹുൽ ഹമീദിന്റെ തിരുവല്ലയിലെ വീട്ടിൽ തിരച്ചിൽ നടത്തി കാർ കസ്റ്റഡിയിലെടുത്തു. അതല്ല, ലിഷോയി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. തൃശൂരിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി റോഷൻ ഉപയോഗിച്ച വാഹനം ഒരു ഡിവൈഎഫ്ഐ പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ വാഹനമാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. ലിഷോയി, ഇത് സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് 5 പേരാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത്, ഇതിന്റെ ആസൂത്രകൻ എന്ന് പറയുന്നത് തിരുവല്ല സ്വദേശിയായ റോഷനാണ്. റോഷൻ ഏകദേശം 25ഓളം ക്രിമിനൽ കേസുകളുണ്ട്. അതിൽ ഭൂരിഭാഗവും ഈ മോഷണ കേസുകളും അതുപോലെ തന്നെ സ്വർണ്ണ കവർച്ച കേസുകളും തന്നെയാണ്. ഈ റോഷൻ ഉപയോഗിച്ചിരുന്ന ഒരു കാർ, അതായത് റോഷൻ ഈ കവർച്ച സമയത്ത് ഉപയോഗിച്ചിരുന്നതല്ല, പക്ഷേ റോഷൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒരു പജീറോ കാറായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാം റീലുകളിൽ ഉൾപ്പെടെ അയാൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ റോഷനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോയ സമയത്ത് ഇത്തരത്തിൽ ഈ കാറും ഈ പജീറോ കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ പജീറോ കാർ പിന്നീട് അതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴാണ് ഇത് ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന തിരുവല്ലയിൽ തന്നെയുള്ള ഒരു വ്യക്തിയുടേതാണ് എന്ന് മനസ്സിലാക്കിയത്. അതിനാൽ തന്നെ ഈ റോഷനും ഷാഹുൽ ഹമീദും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഷാഹുൽ ഹമീദിന്റെയും അതുപോലെ തന്നെ റോഷന്റെയും ഇടപാടുകൾ സംബന്ധിച്ചും പണമിടപാടുകൾ സംബന്ധിച്ചും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ ഷാഹുൽ ഹമീദ് വാഹന കച്ചവടക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഷാഹുൽ ഹമീദിനെ പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായോ? അയാളുമായി ബന്ധപ്പെടുകയോ എങ്ങനെയാണ് റോഷനുമായി ബന്ധം എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ തേടുകയോ ചെയ്തോ? അതായത് ഈ ഷാഹുൽ ഹമീദിനെ കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷാഹുൽ ഹമീദിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. അതും ആ ഒരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുമെന്നാണ് പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇയാൾ ഡിവൈഎഫ്ഐ നേതാവാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ, ഈ കവർച്ചയിൽ ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ റോഷൻ നേരത്തെ അതേസമയം ഈ ഷാഹുൽ വാഹന കച്ചവടക്കാരനായതുകൊണ്ട് വാങ്ങി വിൽറ്റ വാഹനമാണോ എന്ന സംശയം കൂടിയുണ്ട്. പക്ഷെ ഇതൊക്കെ നിവർത്തിക്കാൻ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് ഇതേ വിളിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളതാണല്ലോ. തീർച്ചയായും അക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ ഘട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ളൂ. ഇന്നാണ് അവിടെയെല്ലാം തന്നെ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. ഈ വാഹനം എന്തായാലും കവർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. കാരണം 3 വാഹനങ്ങളാണ് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഒരു ഇനോവ കാറും മറ്റ് 2 കാറുകളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ 3 കാറുകളും ഇതിനോടകം തന്നെ, അതായത് ഈ പ്രതികളെ പിടികൂടിയ ആ ഒരു ഘട്ടത്തിൽ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പീച്ചി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ 3 വാഹനങ്ങളും ഇപ്പോൾ ഉള്ളത്. ഈ റോഷൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യത്തിന്റെ പേരിലാണ് ഈ പജീറോ വാഹനം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ പജീറോ വാഹനത്തിന്റെ RC ഉടമ എന്നുള്ള രീതിക്കാണ് ഷാഹുൽ ഹമീദിനെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്.